ഇടിച്ചക്ക ചില്ലി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു നഷ്ടമാണ്. ഇടിച്ചക്ക ഇപ്പോൾ ധാരാളം കിട്ടുന്ന സമയമാണ്. ഇടിച്ചക്ക കൊണ്ട് നല്ലൊരു ഇടിച്ചക്ക ചില്ലി ഉണ്ടാക്കാം. ഇടിച്ചക്കയുടെ പുറം തൊലിയും കളഞ്ഞ് അകത്തുള്ള കട്ടിയുള്ള ഭാഗവും മുറിച്ചു മാറ്റാം. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഇഷ്ടമുള്ള നീളത്തിൽ മുറിച്ചെടുക്കാം. എന്നാൽ കനം കുറവായിരിക്കണം. എന്നാലേ ഉള്ളു നല്ല വേവുകയുള്ളൂ. വിഷുവിന് കണിവെച്ച ഇടിച്ചക്ക കാണുമല്ലോ, അതുകൊണ്ട് ഇതുപോലെ ഇടിച്ചക്ക ഫ്രൈ ഉണ്ടാക്കി നോക്കുക. ഇടിച്ചക്ക തോരൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അതുകൂടി കണ്ടു നോക്കൂ. ഇടിച്ചക്ക കനം കുറച്ച് ഇതുപോലെ ചെറുതായി അരിഞ്ഞ ശേഷം നല്ലവണ്ണം കഴുകി എടുത്തു വയ്ക്കണം. എടുക്കുന്ന ഇടിച്ചക്കയുടെ വലുപ്പമനുസരിച്ച് വേണം കൂട്ട് തയ്യാറാക്കാൻ. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മൈദാ മാവും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മസാലപ്പൊടിയും ചേർക്കാം. മസാലപ്പൊടിക്ക് പകരം ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയും കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ഇതിനെ നല്ല കട്ടിക്ക് കലക്കിയെടുക്കണം. ഇങ്ങനെ കട്ടിക്ക് കലക്കിയെടുത്ത മാവിലേക്ക് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിക്ക് പകരം 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. ഈ മാവിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു തുള്ളി റെഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. നിറം ചേർക്കുകയാണെങ്കിൽ ചക്കച്ചില്ലിക്ക് നല്ല നിറം കിട്ടുന്നതായിരിക്കും. ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന ഇടിച്ചക്ക ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയും 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഇടിച്ചക്കയെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഇടിച്ചക്കയിൽ ഉപ്പും മുളകും എല്ലാം നല്ലവണ്ണം പിടിക്കും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇനിയും ചൂടായ എണ്ണയിലേക്ക് ഇടിച്ചക്ക കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ചു വീതം ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഫ്രൈ ചെയ്യാൻ ഇട്ടപ്പോൾ ഞെരുങ്ങിപ്പോയി. ഇതുപോലെ ഇടരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യേണ്ടത്. ഉള്ളെന്നാലേ വെന്ത് വരികയുള്ളൂ. തിരിച്ചും മറിച്ചുമിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വാങ്ങാറാകുമ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വൈകുന്നേരം കട്ടൻ ചായയോടൊപ്പം കഴിക്കാൻ അടിപൊളിയാണ്. കൂടാതെ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഡിഷാണ്. നാട്ടിൻ പുറത്ത് സുലഭമായി കിട്ടുന്ന ഇടിച്ചക്ക കൊണ്ട് നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഈ ഇടിച്ചക്ക ഫ്രൈ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ചൂടോടുകൂടി കഴിക്കാനാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ചിക്കൻ ചില്ലി മറന്നു വയ്ക്കൂ. പകരം ചക്ക ചില്ലി ഉണ്ടാക്കി നേരത്തെ ചായയോടൊപ്പമോ ചോറിനോടൊപ്പമോ കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ.